ഹസ്ബൻഡ് പൂനെയിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനും വാവയും ഹസ്ബൻഡിൻ്റെ കൂടെ പൂനെ. അപ്പോൾ ഞങ്ങളിന്ന് സൺഡേ ആയതുകൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോകാമെന്നുള്ള വിചാരിച്ച് പുറത്ത് വന്നപ്പോൾ ബൈക്കിലാണ് ഗണ്ണില്ല. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കാർ എടുത്തിട്ട് പോകാമെന്ന്. കാർ കണ്ടപ്പോൾ ദുവാപ്പ് ഭയങ്കര എക്സൈറ്റഡായി. അത് ദുവാപ്പ് എന്തൊക്കെയോ കുരുത്തക്കടൊക്കെ കളിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കലേനു. അപ്പോഴാണ് റോഡിൻ്റെ രണ്ട് സൈഡിൽ നിറയെ പൂക്കൾ. നിറയെ പൂക്കൾ എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ നിറയെ പൂക്കളായിരിക്കും. ഒരു മിനി ഊട്ടി തന്നെയാണ് ഇടുക. നമ്മളെ നാട്ടിലെല്ലാം കണ്ടുവരുന്ന സാധാ കോസ്മസ് ചെടിയാണ്, പക്ഷെ അതൊരു പ്രദേശം മൊത്തം അതാണ് ഇവിടെ കാണാനുള്ളത്. അത്രയും ഭംഗി കൊടുക്കുന്നത്, ഈ സ്ഥലത്തിന് അത്രയും ഭംഗി കൊടുക്കുന്നത് ഈ ഒരൊറ്റൊരു കാരണമാണ്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഏകദേശം 4 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുത്തെ നാഷണൽ ഹൈവേയിലെത്താൻ. ഈ കാണുന്നതാണ് മുംബൈ ടു പൂനെ നാഷണൽ ഹൈവേ. ഈ മലയുടെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് മുകളിലാണ് ഇവിടുത്തെ പൂനെയിലെ ഫേമസ് ആയിട്ടുള്ള ഷേലാർവാടി കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ട്രെക്കിംഗ് സ്പോട്ട് തന്നെയാണിത്. അത്രയും ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരമല്ല രാത്രിയോളം ഇവിടെ ആൾക്കാരായിരിക്കും. ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഇതിനിടയ്ക്ക് ദുവാപ്പുവിനെ കൊണ്ട് പറ്റുന്നിടത്തോളം കുരുത്തക്കേടൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ സംസാരിക്കാനൊന്നും കൂടി തുടങ്ങിയോണ്ട് നല്ല രസമാണ് ഇത് കേട്ടോണ്ടിരിക്കാൻ. അങ്ങനെയുള്ള വീട്ടിൽ തിരിച്ചെത്തി ദുവാപ്പ് ഫുഡ് കഴിക്കുന്ന സീനായത്. ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കണം. ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ദുവ പിന്നെ കളിക്കാൻ തുടങ്ങി. ദുവാൻ്റെ ഫേവറേറ്റ് ആക്ടിവിറ്റിയാണ് ബോൾ എടുത്തിട്ട് എന്തെങ്കിലും കളിക്കുന്നത്. ഇപ്പോൾ ദുവ സംസാരിക്കാനും നടക്കാനും ഒക്കെ തുടങ്ങിയത് നമുക്കും നല്ല രസമാണ്. നമുക്ക് സമയം പോകുന്നത് അറിയില്ല. അല്ലെങ്കിൽ ഇവിടെ ഞാനും വാവയും ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും വാവയും മാത്രമാവില്ലേ. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നല്ല രസമാണ് വാവൻ്റെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. ഓൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് നേരം ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഓനൊന്ന് തളർന്ന് പിന്നെ ഉറക്കമൊക്കെ വന്ന് ഉറക്കാൻ കിടത്തിയെടുത്തുനിന്ന് പിന്നെയും പോയി നിൽക്കുന്നു. കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുന്നത് കേട്ടിട്ട് അവരെ സൗണ്ട്